ഹായ് ഗായ്സ്, എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ലിന്നിനെയാണ്. അവൻ രാത്രി മൊത്തം ഇരുന്ന് എഴുതിയ ലെറ്ററൊക്കെ രാവിലെ അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നീക്ക് വേണ്ടി. നീ ആണെങ്കിൽ ഓഫീസിൽ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾ കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾ അവളടുത്ത് ചോദിക്കും, നിനക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ അവൾ ഞാൻ ഒരുപാട് ബുക്ക് റെഫർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും. പിന്നെ വീക്കെൻഡ് ആവും. അപ്പോൾ എല്ലാവരും നീ എന്താ ചെയ്യണമെന്ന് നീയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണെന്ന്. അപ്പോഴാണ് ആ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾ പറയുക, നാട്ടിലേക്കൊന്നും പോകണ്ട, ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്, അപ്പോൾ അയാളുടെ ക്ലാസ്സിനൊന്ന് പോയി നോക്കുന്നത്. പിന്നീട് എല്ലാവരും നടന്നു പോകുമ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവും, ഗാർഡൻ എന്താ പേരിടുക നമ്മളെന്നൊക്കെ. അപ്പോൾ ഓരോരുത്തരും ഓരോ പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ നീ പറയും ലിംഗോൺ ഗാർഡൻ എന്നാണ് പേരിടുന്നതെന്ന്. അപ്പോൾ ആ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾ എന്തായാലും ഒരു നല്ല പേരിടുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അങ്ങനെ ഇവർ പോകുന്ന സമയത്താണ് അവളെ അവിടെ ഒരാൾ വിളിക്കുക, നിങ്ങൾക്ക് കുറച്ച് ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം പോയി ആ ലെറ്ററൊക്കെ മേടിക്കും. അത് നോക്കുമ്പോൾ ലിന്നിൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കും. അവൾക്കപ്പോൾ ആ ലെറ്റർ കാണുമ്പോൾ വിഷമാവും. പിന്നീട് അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോവായിരിക്കും. അപ്പോൾ അവൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലിന്നിന് ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്തും ലിനിൻ്റെ ഫ്രണ്ട് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അവനെ എവിടെ വെച്ചിട്ടാണ് ആക്സിഡൻറ്റ് പറ്റിയെന്നൊക്കെ. ആ സ്ഥലം കാണുമ്പോൾ അവൾക്ക് വിഷമാവും. ഈ സ്ഥലത്ത് വെച്ചല്ലേ ലിനിന് ആക്സിഡൻറ്റ് പറ്റി, അവൻ ഇത് കൂടെ ഒരുപാട് തവണ കടന്നു പോയിട്ടുണ്ടാവില്ലേ, അപ്പോഴൊക്കെ അവൻ അതിനെക്കുറിച്ച് ഓർമ്മ വന്നിട്ടുണ്ടാവില്ലേ എന്നൊക്കെ അവൾ വിചാരിക്കും. എന്നിട്ട് അവൻ അയച്ച ഓരോ ലെറ്റേഴ്സ് എടുത്ത് വായിച്ചു നോക്കാൻ തുടങ്ങും. അവൻ ആദ്യം അവളെ മീറ്റ് ചെയ്തത് പാർട്ടിയിലാണെന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അവൾ അവളുടെ വേർഷൻ ആലോചിച്ച് നോക്കും. അവൾക്ക് ആ പാർട്ടിക്ക് പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. അവളുടെ അമ്മ നിർബന്ധിക്കുന്ന കാരണം കൊണ്ടാണ് അവൾ ആ പാർട്ടിക്ക് പോവുക, അവളുടെ അമ്മയ്ക്ക് പകരമായിട്ട്. അങ്ങനെ അവൾ ആ പാർട്ടിക്ക് പോയിട്ട് അവിടെ എല്ലാവരെയും പരിചയപ്പെട്ട് ഒരു സീറ്റിൽ പോയിരിക്കും. ആ സമയത്താണ് അവിടെ നിയാങ്ങും അവളുടെ അച്ഛനും കൂടി വരിക. അപ്പോൾ ഇവർ രണ്ടുപേരും വരുമ്പോൾ ഇവളുടെ ബാക്കിലിരിക്കുന്ന ആൾ അവരെക്കുറിച്ച് മോശമായിട്ട് പറയുന്നുണ്ടാവും. പിന്നെ ഇവളുടെ അമ്മയെക്കുറിച്ചും പറയുന്നുണ്ടാവും. പെണ്ണുങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിലിരിക്കണം, അല്ലാതെ ബിസിനസ് കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഭർത്താവിന് എങ്ങനെ ഇഷ്ടമുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ടാവും. ഇതേ ആൾ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വിസിറ്റിംഗ് കാർഡ് അവളുടെ അച്ഛന് കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ നീക്ക് ദേഷ്യം വരും. എന്നിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് അവൾ ദേഷ്യപ്പെടും. അങ്ങനെ അവിടെ ഒരു പ്രശ്നമായിട്ടുണ്ടാവും. ഇതൊക്കെ ലിൻ കണ്ടിട്ടുണ്ടാവും. അന്നാണ് അവളെ ആദ്യമായിട്ട് ലിൻ കണ്ടതെന്ന് അവൾക്ക് മനസ്സിലാവും. അപ്പോൾ ലിൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വൈഫിനെ മീറ്റ് ചെയ്ത ദിവസം എന്ന് പറഞ്ഞാൽ 2011 എന്ന് പറഞ്ഞ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ അവൾ ആലോചിക്കും. അന്ന് തന്നെയാണല്ലോ ഈ ഫംഗ്ഷൻ നടന്നതെന്ന്. അങ്ങനെ ലിൻ അവളെ മീറ്റ് ചെയ്യാൻ വരുന്നതും ആക്സിഡൻറ്റ് സംഭവിക്കണതും എല്ലാം ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ വായിച്ച് നോക്കുമ്പോൾ അവൾക്ക് നല്ല വിഷമാവും. അവൾ ആ ലെറ്റർ വായിച്ച് ബസ്സിലിരുന്ന് തന്നെ ഒരുപാട് നേരം കരയും. അങ്ങനെ അവൾ ആലോചിച്ച് നോക്കും ലിൻ ആദ്യമായിട്ട് അവളെ മീറ്റ് ചെയ്ത സമയം, അതായത് ഓഫീസിൽ വെച്ചിട്ട്. അപ്പോൾ ലിൻ അവളെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവുക നിനക്ക് എന്നെ ഓർമ്മയുണ്ടെന്നായിരിക്കും. പക്ഷേ അവൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞ സമയത്ത് അവൻ ദേഷ്യപ്പെട്ടും പോയിട്ടുണ്ടാവും. അതൊക്കെ അവൾ ആലോചിച്ച് നോക്കും. പിന്നീട് വീട്ടിൽ വന്ന ശേഷം അവൾ ആ ലെറ്റർ എന്നെ എടുത്ത് നോക്കുന്നുണ്ടാവും. അവൻ്റെ അടുത്ത് വല്ല മെസ്സേജ് വന്നൊന്ന് നോക്കും. പക്ഷേ ആ സമയത്ത് തന്നെ അവൻ കോൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ രണ്ടുപേരും ഫോൺ എടുത്ത് ചെവിയിൽ വയ്ക്കും. പക്ഷെ രണ്ടുപേരും ഒന്നും സംസാരിക്കില്ല. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ നീ ചോദിക്കും നീ എന്നാ തിരിച്ചു വരാമെന്ന്. അപ്പം ലിൻ ഞാൻ നാളെ തിരിച്ചു വരേണ്ടതെന്ന് പറയും. വൂഷി വഴിയല്ലേ ട്രെയിൻ പോവുക, അപ്പോൾ നിനക്ക് വൂഷിയിൽ ഇറങ്ങിക്കൂടെ എന്ന് ലിനിൻ്റെ അടുത്ത് നീ ചോദിക്കും. അപ്പോൾ ലിന്നു ഓക്കെ പറയാം. എത്ര മണിക്ക് ട്രെയിൻ എത്തുകയെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയാം 10 മണിക്ക് എന്നായിരിക്കും. അങ്ങനെ അടുത്ത ദിവസമായിട്ടുണ്ടാവും. അടുത്ത ദിവസം ആയതും നീ രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം വീട്ടിൽ നിന്ന് പോകണ്ടാവും. അപ്പം അമ്മ ഇവൾക്ക് എന്താ പറ്റിയെന്ന് വിചാരിക്കും. പിന്നെ അവർക്ക് മനസ്സിലാവും ഇന്ന് ലിൻ വരുന്നുണ്ടാവുമെന്ന്. അങ്ങനെ അവൾ നേരെ വെളുക്കുമ്പോൾ തന്നെ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ലിനിനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ ട്രെയിൻ മാത്രം വരില്ല. അങ്ങനെ കുറേ സമയം കഴിയുമ്പോഴാണ് ട്രെയിൻ വരിക. ട്രെയിൻ വരുന്ന കാണുമ്പോഴേക്കും അവൾ ലിന്നിനെ തിരയാൻ നോക്കും. അവസാനം ലിന്നിനെ കാണുമ്പോൾ അവൾ വേഗം പോയി ഒളിഞ്ഞു നിൽക്കും. ലിൻ എങ്ങാനും അവളെ കണ്ടാലോ എന്ന് വിചാരിച്ച്. പക്ഷേ ലിൻ പുറത്തിറങ്ങിയതും അവൻ അവളെ ഒന്നും നോക്കാതെ തിരിഞ്ഞൊറ്റ നടക്കുന്നുണ്ടാവുക. നീ അപ്പോൾ ഞാൻ ഇത്ര ദൂരം വന്നിട്ട് എന്നെ ഒന്ന് തിരയണ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ടാവും. അവനപ്പോൾ കുറച്ച് ദൂരം പോവും. അതിനുശേഷമാണ് അവൻ തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കുമ്പോഴാണ് നീയെ കാണുക. നീ വന്നോ എന്ന് അവളുടെ അടുത്ത് അവൻ ചോദിക്കും. അപ്പോൾ അവൾ അവൻ്റെ അടുത്ത് പറയുക 10 മണിക്ക് ട്രെയിനിന് എന്തിനാ നോണ പറഞ്ഞതെന്നായിരിക്കും. എന്നിട്ട് അവൾ തന്നെ മനസ്സിൽ വിചാരിക്കും എന്താ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ എനിക്കറിയാം, ഞാൻ എണീക്കില്ല എന്ന് വിചാരിച്ചിട്ടല്ലേന്ന്. അപ്പോൾ ലിൻ അവളുടെ അടുത്ത് പറയും ഇനി ഞാൻ 7 മണിക്ക് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എണീക്കില്ല, ആ സമയത്ത് നീ ഊശിക്ക് വരണം, നീ നേരെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. അങ്ങനെ അവർ തമാശയൊക്കെ പറഞ്ഞ് പിന്നീട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവും. അവരെന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നീ അവൻ്റെ അടുത്ത് ചോദിക്കും നമുക്ക് എവിടേക്കെങ്കിലും കറങ്ങാൻ പോയാലോ എന്ന്. അപ്പോൾ അവന് ഓക്കെ പറയും. എന്നിട്ട് വേഗം കാറിൽ പോയിരിക്കും. നോക്കുമ്പോൾ നീ ആയിരിക്കും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നുണ്ടാവുക. എന്നെ വിശ്വാസമല്ലേ എന്ന് അവൻ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഞാനൊന്ന് ഓടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം കാർ എടുത്ത് പോവും. അങ്ങനെ 2 പേരും കൂടി
ഒരു പാർക്കിലേക്കായിരിക്കും പോകാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് വഴി തെറ്റിപ്പോയിട്ടുണ്ടാവും. നീ അപ്പോൾ വഴി തെറ്റിയില്ലോ, ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ലിൻ എനിക്ക് ശരിയായ വഴിയൊക്കെ അറിയാമായിരുന്നു, പക്ഷേ നീ ഏതുവരെ പോകുന്നു നോക്കുമായിരുന്നു എന്ന് പറയും. അപ്പോൾ ശരിയായ വഴി അറിയെങ്കിൽ പറയണ്ടേന്ന് ലിനിൻ്റെ അടുത്ത് നീയും പറയും. ഞാൻ കാർ ഓടിക്കണമെന്ന് വിശ്വാസമില്ലല്ലോ, അപ്പോൾ എവിടേക്കെങ്കിലും പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ലിൻ അവളെ നോക്കി ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ അവരെത്തിയിട്ടുണ്ടാവുക അത്ര മോശം സ്ഥലത്തൊന്നും ആവില്ല. എന്തായാലും എത്തിയത് നല്ല സ്ഥലത്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ അവർ ആ സ്ഥലത്ത് കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കും. പിന്നെ അവർ ഇത്രകാലം നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീണ്ടും സംസാരിക്കും. ലിൻ പറയും, ഞാൻ ആക്സിഡൻറ്റ് പറ്റി കിടക്കുമ്പോൾ നീ ഒരു വട്ടം പോലും കാണാൻ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ നിൻ്റെ അടുത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഇപ്പം ഇങ്ങനെ കൂളായിട്ട് പെരുമാറണമെന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ മനസ്സിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വീണ്ടും നിൻ്റെ പിന്നാലെ വരും, നീ എന്നെ മറന്നിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന അവൻ പറയും. അങ്ങനെ അവർ ഒരുപാട് നേരം പാസ്റ്റിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം കഴിഞ്ഞില്ലേ എന്ന് ലിൻ നീയുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ നീ എല്ലാം കഴിഞ്ഞു എന്ന് അവൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കും. ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇനി സമയമുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒന്നാവാമെന്ന് നീ ലിനിൻ്റെ അടുത്ത് പറയും. ലിൻ അപ്പോൾ അതൊരു കാര്യമായിട്ടൊന്നും എടുക്കില്ല. നീ ഒരു ഗിൽറ്റിൻ്റെ പുറത്ത് ചാടി കയറി ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ലിൻ നീയുടെ അടുത്ത് പറയുമ്പോൾ നീ പറയും, ഗിൽറ്റിൻ്റെ പുറത്തൊന്നുമല്ല, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, എനിക്ക് നിൻ്റെ കാര്യം ആലോചിച്ച് ഒരു ഗിൽറ്റും ഇല്ല എന്ന് അവൾ അവൻ്റെ അടുത്ത് പറയും. എന്നിട്ട് അവൾ അവൻ്റെ അടുത്ത് അയലയ്ക്കുമെന്ന് പറയും. ആ സമയത്ത് അവൻ അവളെ ഹഗ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടി ആ പൂക്കളുടെ ഇടയിൽ ഹഗ് ചെയ്ത് നിൽക്കും. നീക്ക് അവനെ ഹഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നീട് അവളും ഹഗ് ചെയ്യുക. അങ്ങനെ രണ്ടുപേരും കൂടി ഹഗ് ചെയ്ത് നിൽക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ രണ്ടുപേരും കൂടി ആ ഗാർഡനിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പിന്നീട് കാറിൻ്റെ അടുത്തെത്തും. കാറിൻ്റെ അടുത്തെത്തുമ്പോൾ നീ വേഗം ഡ്രൈവിംഗ് സീറ്റിൽ കയറുമ്പോൾ ലിൻ പറയും, ഇനി എവിടേക്കെങ്കിലും വഴി തെറ്റിച്ച് കൊണ്ടുപോകാനാണോ, ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് ലിൻ വേഗം ഡ്രൈവിംഗ് സീറ്റിൽ കയറും. അങ്ങനെ രണ്ടുപേരും കൂടി കാറിൽ കയറി കുറേ തമാശയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട.